iFlow Honey Magic Oven powered by Tasty Nibblesലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായൊരു വിഭവമാണ് നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ആദ്യമേ ഞാൻ വ്യത്യസ്തം എന്ന് പറയാൻ കാര്യം, ഇതൊരു സ്നാക്ക് ഐറ്റമാണ്. പിന്നെന്താ, നമ്മൾ ഇങ്ങനത്തെ വിഭവങ്ങൾ വളരെ കുറവാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു മാജിക് അവനിൽ. അതുകൊണ്ട് തന്നെ അത്തരം വിഭവങ്ങളിലേക്കും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ. ഇതൊരു പലഹാരമാണ്. എന്ത് പലഹാരമാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുറേ ദിവസം കുപ്പിയിലിട്ട് വെച്ച് കഴിക്കുന്ന കുറേ പലഹാരങ്ങളുണ്ട്, നാടൻ പലഹാരങ്ങൾ. എന്തൊക്കെയാണത്? മുറുക്കുണ്ട്, അച്ചപ്പമുണ്ട്, പക്കാവടയുണ്ട്, പിന്നെന്താ ഓമപ്പൊടിയുണ്ട്, പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഡയമണ്ട് കട്ട്സ്, അത്തരം കുറേ കാര്യം, മിക്സ്ചർ, ഇതെല്ലാം നമ്മളുടെ ആ കാറ്റഗറിയിൽ വരുന്ന ചെറിയ എരിവുള്ള പലഹാരങ്ങളാണ്. ചെറിയ എരിവ്, വലിയ എരിവല്ല, എങ്കിലും അതൊരു സേവറി ഐറ്റമായിട്ട് പറയാം. സ്വീറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും സ്വീറ്റിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാളായതുകൊണ്ട് മധുരമാണ് എൻ്റെ ഇഷ്ട വിഭവം. അതുകൊണ്ട് തന്നെ ഈ എരിവുള്ള പലഹാരങ്ങൾക്ക് കുറച്ച് ശ്രദ്ധ കുറഞ്ഞു എന്ന് എനിക്കൊരു സംശയം. എന്തായാലും നമ്മളിവിടെ മുറുക്ക് കാണിച്ചിട്ടുണ്ട്, പിന്നെന്താ അച്ചപ്പമൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അച്ചപ്പം, കുഴലപ്പം, അത്തരം വിഭവങ്ങളുടെ കൂട്ടത്തിലെ ഒരു പ്രധാനിയാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് എണ്ണയിൽ വറുത്തെടുക്കുന്ന ഒരു പലഹാരം. ഇത് ഓമപ്പൊടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, പക്ഷേ സേവെന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. സേവ് എന്ന് പറഞ്ഞാൽ ഇതൊരു വ്യത്യസ്തമായ സേവാണ്. ഇതൊരു പൊട്ടറ്റോ സേവാണ്, അതായത് ഉരുളക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു സേവ്. ഉരുളക്കിഴങ്ങിന് ഒരു പ്രാധാന്യമുണ്ട് ഈ പലഹാരത്തിൽ. ഇത് ഒരാഴ്ച വരെ കേടാകാതിരിക്കും. നമ്മൾ കുപ്പിയിലോ ടിന്നിലോ അടച്ചു വെച്ച് സുഖമായി കഴിച്ച് നടക്കാം. എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ? വളരെ എളുപ്പമാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് 2 വലുത് പുഴുങ്ങിയെടുത്തത്, കടലമാവ് 1.5 മുതൽ 2 കപ്പ് വരെ, മുളക് പൊടി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, കായപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ്, പാകത്തിന് എണ്ണ വറുക്കാൻ ആവശ്യമായി. അപ്പോൾ നമുക്കിനി നമ്മളുടെ സേവ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ സേവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇത് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിപ്പോൾ ഓമപ്പൊടി എന്ന് പറഞ്ഞാലും ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും. മിക്സ്ചറിൻ്റെ അകത്ത് കിടക്കുന്ന ചെറിയ സ്റ്റിക്ക് പോലെയുള്ള, കമ്പ് പോലെയുള്ള നീളത്തിനുള്ള കാര്യമില്ലേ, അതാണ് കാര്യം. ഏതാണ്ട് അതിൻ്റെ എരിവ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം. എരിവ് അധികം വേണ്ടാതെ ചെയ്യുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മതി. ഇച്ചിരൂടെ സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ആകാതെ, എന്നാലും വലിയ എരിവൊന്നും അല്ല കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മളൊരു പൊട്ടറ്റോ സേവാണ് ചെയ്യുന്നത്, ഉരുളക്കിഴങ്ങ് സേവ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് 2 എണ്ണം പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഉടച്ച് തരിയില്ലാതെ എടുക്കണം. നന്നായിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്ത് അതിനെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരു പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഫോർക്ക് കൊണ്ടൊക്കെ നമുക്ക് ഉടച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം, ഒട്ടും തന്നെ തരിയില്ലാതെ എടുക്കണം. പിന്നെ ഈ കടലമാവിൻ്റെ അളവ് ഞാൻ പറഞ്ഞിരിക്കുന്നത് 1 മുതൽ 2 കപ്പ് വരെ എടുത്ത് വെക്കുക. ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ആവശ്യാനുസരണം ഇട്ട് യോജിപ്പിക്കുക. നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള രീതിയിൽ യോജിപ്പിക്കുക. അങ്ങനെ പൊട്ടറ്റോ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് 2 എണ്ണം പുഴുങ്ങി നന്നായിട്ട് പേസ്റ്റ് പോലാക്കി. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, ഉപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചേർക്കേണ്ടത്. ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കടലമാവ് ഇപ്പോൾ ഞാൻ 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം നമ്മൾ ചേർക്കുന്നു. എന്തായാലും 1 കപ്പിന് മുകളിൽ വേണം. ഇതിനോടൊപ്പം നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. മുളക് പൊടിയുടെ അളവ് നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഒരുപാട് എരിവ് വേണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഉപ്പും ചേർത്തു. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും 1 കപ്പ് കടലമാവ് ആദ്യമേ തന്നെ ചേർക്കുക. പിന്നെ അത് ഈർപ്പം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പിന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇച്ചിരി ലൂസാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടി മാവ് ചേർക്കാം. അപ്പോൾ ഏതാണ്ടൊരു നോക്കിയിട്ട് ചെയ്യുക. 1 കപ്പോ 1.25 1.5 അതനുസരിച്ചിട്ട് കണക്കിന് ചെയ്തെടുക്കുക. നമുക്കെന്തായാലും ഒന്ന് കുഴച്ച് കിട്ടണം, അത്രേ ഉള്ളൂ. ഒരുപാട് ലൂസാകാൻ പാടില്ല. പാകത്തിന് ഒരു ടൈറ്റായിട്ടൊരു മാവ്.
മാവായിട്ട് ഇങ്ങനെ ഉരുണ്ട് വരണം ഡോ. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ സേവിന് വേണ്ട മാവ് കുഴച്ച് കഴിഞ്ഞു. ഡോ റെഡിയാണ്. ഇത് കുറച്ച് സ്റ്റിക്കിയാണ്. സ്റ്റിക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പശയായിട്ട് ഒട്ടിപ്പിടിക്കും. കാര്യം എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങ് സ്റ്റാർച്ചാണ്. അതിൻ്റെ ഒരു പേസ്റ്റായി കഴിയുമ്പോൾ അത് ഇച്ചിരി ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാവും. അതും കടലമാവും കൂടെ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാണ്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. പിന്നെ ഒരുപാട് കയ്യിൽ ഇങ്ങനെ ഒട്ടി വരികയാണെങ്കിൽ ഇച്ചിരി എണ്ണ ഒന്ന് വേണമെങ്കിൽ കയ്യിൽ തള്ളാം. എങ്കിലും പേടിക്കണ്ട, നമുക്ക് സൗകര്യം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. ഇനി നമ്മളെന്താ ചെയ്യണ്ടേ? ഇനി അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് എണ്ണ, ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്, വറുത്ത് കോരുകയാണ്. കുറച്ച് റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ കുറച്ച് ഒഴിക്കാം. എണ്ണ നല്ല ചൂടാകട്ടെ. ആ സമയം ഇനി വേണ്ടതൊരു സേവനാഴിയാണ്. സേവനാഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സേവനാഴി. ഇതിൽ സേവിന് വളരെ ചെറിയ ചില്ലാണ് ആവശ്യം, വളരെ ചെറുത്. കണ്ടല്ലോ, സാധനം മിക്സ്ചറിൽ കിടക്കുന്നത് കുറച്ചുകൂടെ വലിയ സേവാണ്, ഇത് കുറച്ചുകൂടെ ചെറുതാണ്. അകത്തേക്ക് ഇടുക. എന്നിട്ട് നമ്മളിതിനകത്തേക്ക് ഫില്ല് ചെയ്തു മാവ്, കുഴച്ചെടുത്ത മാവ് ഇതിനകത്തേക്ക് കയറ്റാം. ഒരല്പം സ്റ്റിക്കിനെസ് ഉണ്ട്, എങ്കിലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒട്ടലേ ഉള്ളൂ. കുറച്ചുകൂടെ വേണമെങ്കിലും നമുക്ക് മാവ് മിക്സ് ചെയ്യാം, എത്ര വേണമെങ്കിലും. അതാണ് ഞാൻ പറഞ്ഞത്, 2 കപ്പ് വരെ എടുത്ത് വയ്ക്കുക കടലമാവ്. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 1.5 കപ്പിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞു. 2 വരെ ആകാം, കുഴപ്പമില്ല. എന്തായാലും നമുക്കിങ്ങനൊരു രീതിയിൽ ഒരു ഡോ കിട്ടിയാൽ മതി. 2 പ്രാവശ്യമായിട്ട് ഫില്ല് ചെയ്ത് നമുക്ക് പിഴിയാം. എണ്ണ ചൂടായി തുടങ്ങി. ഇനി നമ്മളിതിലേക്ക് സേവ് പിഴിഞ്ഞ് ഇങ്ങനെ ചുറ്റി ഒഴിക്കാം. നല്ല ചൂടായി വരുമ്പോൾ നല്ലതായിട്ട് ആവി ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ കയറി വരും. ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കണം, ഒരുപാട് അടുത്തേക്ക് പോകരുത്, ഡിസ്റ്റൻസ് വിട്ട് നിൽക്കുക. അപ്പോൾ ഇതൊരു സൈഡ് പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തിരിച്ച് നല്ല ക്രിസ്പി ആയിട്ടാണ് വരുന്നത്, ഒരു പാടുമില്ല. ഒരു 5 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് അവിടെ ഒന്ന് ചെറിയ കളർ മാറുമ്പോൾ നമ്മളെടുക്കും. നമ്മളതിങ്ങനെ ഇതൊട്ടും എണ്ണ ഒഴിക്കില്ല, പ്ലേറ്റിലേക്ക് മാറ്റും. എന്നിട്ട് കുറച്ച് പൊടി ഉണ്ടാവുമല്ലോ, അത് നമ്മളിങ്ങനെ കണ്ണാപ്പം കൊണ്ട് തന്നെ എടുത്ത് മാറ്റും. അപ്പോൾ ചൂടായി കിടക്കുന്ന ഇതേ എണ്ണയിലേക്ക് നമ്മൾ വീണ്ടും ബാക്കിയിരിക്കുന്ന ആ ഒരു ഡോ അല്ലെങ്കിൽ ആ മാവ്, കുഴച്ച മാവിൽ നിന്നും വീണ്ടും പിഴിഞ്ഞൊഴിക്കുന്നു. ഇതൊട്ടും പാടുള്ളൊരു കാര്യമല്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചുറ്റുന്ന സേവനാഴി ഉപയോഗിച്ചു, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 സൈഡിലും പിടിച്ച് അമർത്തുന്ന സേവനാഴി, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതൊരല്പം തണുത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പീസസ് ആയിട്ട് വരും, സേവായി മാറും. കണ്ടല്ലോ, ഒരു സൈഡ് പാകത്തിനായിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ചിടാം. അപ്പോൾ ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. 2 ഉരുളക്കിഴങ്ങും ഏതാണ്ട് ഒരു 1.25 കപ്പോളം കടലമാവ്. 1.5 കപ്പെന്ന് പറയാം, അല്ലെങ്കിൽ 1.25. നോക്കുക, നിങ്ങളിങ്ങനെ കുഴച്ച് വരുമ്പോൾ അത് എത്ര വേണം അതനുസരിച്ചിട്ട്. പിന്നെ അതിലാകപ്പാടെ നമ്മൾ ചേർത്തത് ഏകദേശം ഒരു ടീസ്പൂൺ വരെ ആകാം മുളക് പൊടി. കൂടുതലായ കളറ് മാറും.
അപ്പോൾ ഈ അളവിൽ നിന്നും ഏകദേശം ഒരു 250-300 ഗ്രാം സേവ് നമുക്ക് തയ്യാറാക്കാം. ലാസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പിഴിയായി. അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്തതും കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാറും, സേവായിട്ട് മാറും. കണ്ടല്ലോ, ഈ രീതിയിലാണ് നമ്മൾ പൊട്ടറ്റോ സേവ് തയ്യാറാക്കുന്നത്. ഭയങ്കര എളുപ്പമാണ്, ഒരു പാടുമില്ല. പിഴിയാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സേവനാഴി മാത്രം എടുക്കുക. പിന്നെ അതിൻ്റെ പാകം കറക്റ്റ് ആയിരിക്കണം. ഒരുപാട് ലൂസ് ആവരുത്, ഭയങ്കര ടൈറ്റ് ആവരുത്. മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ അത് റോളാകാൻ പറ്റണം. ആ രീതിയിലാണ് മാവ് കുഴയ്ക്കേണ്ടത്. കണ്ടല്ലോ, ഒട്ടുന്ന കാര്യമാണ്, കയ്യിൽ ഒട്ടും. പക്ഷേ നമുക്കിങ്ങനെ ചെയ്താൽ നമ്മുടെ കയ്യിൽ ഷേപ്പിൽ വരും. ആ ഒരു പാകം. നമ്മുടെ പൊട്ടറ്റോ സേവ് റെഡിയായി കഴിഞ്ഞു. ഇത് ഉണ്ടാക്കുന്ന അതേ ഫോമിൽ ഇത് നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തത്. അപ്പോൾ ഇത് നല്ല കരുകരുപ്പാണ്, അതേസമയം സോഫ്റ്റാണ്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കരുകരുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കടിച്ച പല്ല് പോകുന്ന അങ്ങനത്തെ കരുകരുപ്പല്ല. ഇത് നല്ല കരുകരുപ്പാണ്, പക്ഷേ വായിലിടുമ്പോൾ അങ്ങനെ നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നൊരു കരുകരുപ്പ്. മനസ്സിലായല്ലോ? ഈ ഫോമിലും ഇതിങ്ങനെ ഒന്നാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് അതായിട്ട് മാറും. ഇതേപോലെ തന്നെ ആകും. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ഒരു 300-400 ഗ്രാം പൊട്ടറ്റോ സേവ് ഈ ഒരു അളവിൽ നിന്നും തയ്യാറാക്കാം. 2 ഉരുളക്കിഴങ്ങ് ഏതാണ്ട് 1.25 കപ്പോളം, 1.25 കപ്പോളം കടലമാവ്, ഇത്രയേ ഉള്ളൂ. പിന്നെ വറുക്കാനുള്ള എണ്ണ, മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി, ബസ്, തീർന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യുക. എത്ര ഉണ്ടാക്കണം, എത്രയൊക്കെ ചെയ്യാം. ഇത് കമേഴ്ഷ്യലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ വെക്കേഷനൊക്കെ വരുമല്ലേ, അപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ടൈമിൽ കറുമുറ കടിച്ച് നടക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പലഹാരം വേണ്ടേ, ഇതൊരു പലഹാരമായിട്ട് അമ്മമാർക്ക് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.